ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാണ്ഡ തൃതീയ സർഗ ലങ്കാദിദേവതാ വിജയ. സലംബശിഖരേ ലംബേ ലംബതോയദസന്നിവേ തത്വമാസ്തായ മേധാവി ഹനുമാൻ മാരുതാത്മജ. നിശിലങ്കാ മഹാസത്വോ വിവേശാകവികുഞ്ചരഃ രമ്യഗാനനതോയാഢ്യാം പുരീം രാവണപാലിതാം. അതിബലവാനും അതിബുദ്ധിമാനും വായുപുത്രനുമായ ഹനുമാൻ തൂങ്ങി നിൽക്കുന്ന മേഘത്തിന് തുല്യം ത്രികൂടപർവ്വത ശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരങ്ങളായ ഉദ്യാനങ്ങളോടും പുഴകളോടും കൂടിയ ലങ്കാപുരിയിൽ ധൈര്യപൂർവം രാത്രി നേരത്ത് പ്രവേശിച്ചു. ശാരദാംബുധരപ്രജ്ഞേർഭവനേരുപശോഭിതാം സാഗരോപമനിർഘോഷാം സാഗരാനിലസേവിതാം സുപുഷ്ടബലസങ്കുഷ്ടാം യഥൈവ വിടപാവതിം ചാരുതോരണനിർയൂഹാം പാണ്ഡൂരദ്വാരതോരണാം ഭുജഗാചരിതാം ഗുപ്താം ശുഭാം ഭോഗവതീമിവ താം സവിദ്യുത്കരാഗിറാം ജ്യോതിർമാർഗനിഷേവിതാം മന്ദമാരുതസഞ്ചാരാം യതേന്ദ്രസ്യാമരാവതിം ശാതകുംഭേന മഹദാ പ്രാകാരേണാഭിസംവൃതാം കിങ്കിണീജാലഘോഷാവിപാതകാവിരലം കൃതാം ആസാദ്യ സഹസാ ഹൃഷ്ട പ്രാകാരം അവിവേദിവാൻ വിസ്മയാഭിഷ്ടഹൃദയ പുരീം ആലോക്യ സർവദഃ. ശരൽക്കാലമേഘങ്ങൾ പോലുള്ള വീടുകളാൽ ശോഭിക്കുന്നതും സമുദ്രതുല്യമായ ശരീര ആരവത്തോടു കൂടിയതും, അതായത് രാക്ഷസന്മാരുടെ ശബ്ദകോലാഹലത്താൽ സദാ കടൽക്കാറ്റ് വീശുന്നതും അളകാപുരി പോലെ ഐശ്വര്യത്തോടു കൂടിയതുമാണ് ലങ്കാനഗരി. കരുത്തുറ്റ സേനാവ്യൂഹം, തോരണാലങ്കൃതങ്ങളായ ഗോപുരങ്ങൾ, പ്രവേശദ്വാരങ്ങൾ എന്നിവയാൽ ഇന്ദ്രന്റെ അമരാവതി പോലെ ആകർഷകവും സുഖസമ്പൂർണവുമാണ് ലങ്ക. ഇളങ്കാറ്റ് വീശുന്ന സ്വർണമയമായ വൻമതിലുകളാൽ ചുറ്റപ്പെട്ട കിങ്ങിണികളുടെ ശബ്ദത്തോടു കൂടിയ കൊടികൾ പാടിക്കളിക്കുന്ന സർപ്പപുരിയായ ഭോഗവതി നഗരം പോലെ ഭദ്രമായി സംരക്ഷിക്കപ്പെടുന്നതാണ് ലങ്കാനഗരം. മിന്നൽപ്പിണരോടുകൂടിയ മേഘമണ്ഡലത്തെയും അതിക്രമിച്ച് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സഞ്ചാരമാർഗത്തെ സ്പർശിച്ചു നിൽക്കുന്ന ആ നഗരത്തെ ഹനുമാൻ അത്ഭുതപൂർവം വീണ്ടും വീണ്ടും വീക്ഷിച്ചു നിന്നു. പിന്നീട് സന്തോഷപൂർവ്വം അടുത്തു ചെന്ന് മതിലിന്മേൽ ചാടിക്കയറി. ജാംബൂനദമയേ ദ്വാരേർ വൈഡൂര്യകൃതവേദികൈഃ വജ്രസ്ഫടികമുക്താഭിർ മണികുട്ടിം അഭൂഷിതേ തപ്തഹാടകനിർയൂഹേ രജതാമലപാണ്ഡുരേ വൈഡൂര്യകൃതസോപാനേ സ്ഫടികാന്തരഭംസുഭിഃ ചാരുസംജവനോപേദേ കവിവോൽപതിതേ ശുഭേ ക്രൗഞ്ചബർഹിണ സംഗുഷ്ടേ രാജഹംസനിഷേവിതേ തൂര്യാഭരണനിർഘോഷേ സർവദ പ്രതിനാദിതാം വാസോകസാരാ പ്രതിമാം സമീക്ഷ്യ നഗരിം ദദാ കമിവോത്പതിതാം ലങ്കാം ജഹർഷ ഹനുമാൻ കവിഃ. ക്രൗഞ്ചം, മയിൽ തുടങ്ങിയ പക്ഷികളുടെ ശബ്ദങ്ങളാലും അരയന്നങ്ങളുടെ സഞ്ചാരത്താലും വാദ്യഘോഷങ്ങളുടെയും ആഭരണങ്ങളുടെയും ധ്വനികളാലും, അതായത് രാക്ഷസികൾ ധാരാളം ആഭരണം ധരിച്ചിട്ടുണ്ട്. അവർ ഒതുക്കമില്ലാതെ അങ്ങുമിങ്ങും ഓടിച്ചാടി സഞ്ചരിക്കുമ്പോൾ ആഭരണ ശബ്ദം ഉച്ചത്തിലാവുന്നു. ശബ്ദായമാനമാണ് സൗന്ദര്യത്താലും ഐശ്വര്യത്താലും ഇന്ദ്രപുരിയെ നിസ്സാരവും നിഷ്പ്രഭവുമാക്കുന്ന ലങ്ക. അമ്പരചുംബികളായ മണിമാളികകൾ നിറഞ്ഞ ആ ലങ്കാനഗരം കണ്ട് ഹനുമാൻ സന്തോഷിച്ചു. സ്വർണമയങ്ങളായ പടിവാതിലുകൾ, വൈഡൂര്യം കൊണ്ട് പടുത്തുയർത്തിയ മണിത്തറകൾ, വജ്രം, മുത്ത്, സ്ഫടികം, മറ്റ് വിശിഷ്ട രത്നങ്ങൾ എന്നിവയാൽ ചിത്രപ്പണികൾ ചെയ്ത് അലങ്കരിച്ചതും ആകാശത്തിൽ പറക്കുന്നതുപോലെ തോന്നിക്കുന്നതും ഉരുക്കിയ തങ്കം കൊണ്ട് തീർത്തതുമായ ഗോപുരങ്ങൾ, വെള്ളിയിൽ തീർത്ത് വെണ്മയാർന്ന വൈഡൂര്യ പടവുകളോടുകൂടിയ സ്ഫടിക ധൂളികളാർന്ന ഭംഗിയുള്ള നടുമുറ്റങ്ങളോടുകൂടിയ നാലുകെട്ടുകൾ മുതലായവ ലങ്കയ്ക്ക് ഇന്ദ്രലോകത്തെ അതിശയിക്കുന്ന അഭൗമ സൗന്ദര്യം നൽകിയിരുന്നു. കിഷ്കിന്ധാവാസിയായ ഹനുമാന് ലങ്കാനഗരം ഒരു അത്ഭുത ദിവ്യ നഗരിയായി തോന്നി എന്ന് സാരം. താം സമീക്ഷ്യ പുരീം രമ്യാം രാക്ഷസാധിപതേ ശുഭാം അനുത്തമാം വൃദ്ധിയുതാം ചിന്തയാമാസ വീര്യവാൻ. വീരനായ ഹനുമാൻ രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ സമൃദ്ധിയും സൗന്ദര്യവും സമ്മേളിച്ച നിസ്തുലമായ ആ നഗരം കണ്ട് ഇങ്ങനെ ചിന്തിച്ചു.
നേഹമന്യേന നഗരീ ശക്യ ദർശയിതും ബലാത് രക്ഷിതാ രാവണബലേർദ്യതായുധാരിഭിः. ആയുധമേന്തി പ്രയോഗസന്നദ്ധരായി നിൽക്കുന്ന രാക്ഷസ സൈന്യങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഈ നഗരം ഊക്കുകൊണ്ട് ഒരാൾക്കും ആക്രമിക്കാൻ സാധ്യമല്ല. കുമുദാങ്കുതയോർവാഭീതുഷേണസ്യ മഹാകവേഃ പ്രസിദ്ധേയം ഭവേദ്ഭൂമിർമൈന്ദദ്വിവിധയോരപി. കുമുദൻ, അംഗദൻ, മഹാകവിയായ സുഷേണൻ, മൈന്ദൻ, ദിവിദൻ എന്നിവർക്ക് ഒരുപക്ഷെ പ്രസിദ്ധമായി ലങ്കയിൽ പ്രവേശിക്കാൻ സാധിച്ചേക്കാം. വിവസ്വതതനൂജസ്യ ഹരേശ്ച കുശപർവണ വൃക്ഷസ്യ കേതുമാലസ്യ മമ ചൈവാഗതിർഭവേത്. അല്ലെങ്കിൽ സൂര്യപുത്രനായ സുഗ്രീവനും കുശപർവ എന്ന വാനരനും കരടിയായ ജാമ്പവാനും കേതുമാലനും എനിക്കും ഇവിടെ കടക്കാൻ കഴിഞ്ഞേക്കാം. സമീക്ഷതു മഹാബാഹോ രാഘവസ്യ പരാക്രമം ലക്ഷ്മണസ്യ ച വിക്രാന്തം അഭവത് പ്രീതിമാൻ കവിഃ. വീരനായ ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ പരാക്രമത്തെയും പൗരുഷത്തെയും ഓർത്തപ്പോൾ അത്യന്തം സന്തോഷിച്ചു. മേൽപ്പറഞ്ഞ വാനരന്മാർക്ക് ലങ്കയെ ആക്രമിച്ച് അകത്ത് കടക്കാൻ കഴിഞ്ഞാലും ജയിക്കുമോ എന്നുറപ്പില്ല. രാമലക്ഷ്മണന്മാരുടെ യുദ്ധപരാക്രമത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഹനുമാനിൽ വിജയപ്രതീക്ഷ പൂവിട്ടു സന്തോഷിച്ചു. താം രത്നവസനോപേതാം ഗോഷ്ഠാകാരാവതം സകാം യന്ത്രാകാരസ്ഥനീം വൃദ്ധാം പ്രമദാമിവ ഭൂഷിതാം താം നഷ്ടതിമിരാം ദീപ്തേ ഭാസ്വരൈശ്ച മഹാഗ്രഹൈഃ നഗരീം രാക്ഷസേന്ദ്രസ്യ നിവേശ ഹനുമാൻ കവിഃ. കാന്തി ചിന്തുന്നവയും നിർമ്മല പ്രകാശത്തോടു കൂടിയവയുമായ മഹാഗ്രഹങ്ങളാൽ ഇരുട്ടില്ലാതാക്കപ്പെട്ട ആ നഗരത്തെ രത്നപ്രഭയാകുന്ന വെള്ളപ്പുടവയണിഞ്ഞ, തൊഴുത്തുകളാകുന്ന കാതിലകളണിഞ്ഞ, യന്ത്രശാലകളാകുന്ന സ്തനങ്ങളോടുകൂടിയ സർവാലങ്കാരഭൂഷിതയായ ഒരു യുവസുന്ദരിയായി ഹനുമാൻ ദർശിച്ചു. അതസാ ഹരിശാർദൂലം പ്രവിശാന്തം മഹാബലം നഗരീസേനരൂപേണ ദദർശ പവനാത്മജം. അപ്പോൾ ആ നഗരദേവത, അതായത് ലങ്കാലക്ഷ്മി, അകത്ത് കിടക്കുന്ന വായുപുത്രനും ബലവാനുമായ ആ വാനരശ്രേഷ്ഠന്റെ മുമ്പിൽ സ്വന്തം രൂപത്തിൽ ആവിർഭവിച്ചു. ലങ്കയുടെ സർവ്വവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും പ്രതിഷ്ഠയും കുടികൊള്ളുന്നത് ലങ്കാലക്ഷ്മിയിലാണ്. നഗരദേവത എന്നോ നഗരശ്രീ എന്നോ അവളെ വിശേഷിപ്പിക്കാം. അവളെ പരാജയപ്പെടുത്തിയാൽ ലങ്കയെ ജയിക്കാൻ എളുപ്പമാണ്. സാതം ഹരിവരം ദൃഷ്ട്വാ ലങ്കാ രാവണപാലിത സ്വയമേവോത്തിത തത്ര വികൃതാരണദർശന. രാവണപാലിതയായ ലങ്കാദേവത വാനരവീരനെ കണ്ട് വികൃത മുഖത്തോടും രൂപത്തോടും കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. പുരസ്താതസ്യ വീരസ്യ വായുസൂനോരധിഷ്ഠത മുഞ്ചമാനാ മഹാനാദം അബ്രവീത് ഭവനാത്മജം. ആ വീരന്റെ മുന്നിലെത്തിയ അവൾ ഭയങ്കര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു: കസ്ത്വം കേന ജകാര്യേണായ പ്രാപ്തോ വനാലയ കഥയസ്വ ജയത്തത്വം യാവത് പ്രാണാദരന്തിതേ. എടാ വാനര, നീ ആരാണ്? എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നത്? സത്യം പറഞ്ഞാൽ മാത്രമേ നിനക്ക് ജീവിതമുള്ളൂ. ന ശക്യാ കല്യം ലങ്കാ പ്രവേഷ്ടും വാനരത്വയാ രക്ഷിതാ രാവണബലേ രവിപുത്ത സമന്തതഃ. എടാ വാനര, രാവണ സൈന്യങ്ങൾ നാലുപാടിൽ നിന്ന് ലങ്കയെ കാത്തു രക്ഷിക്കുന്നു. നിനക്കകത്തേക്ക് കടക്കാൻ ഒരിക്കലും സാധ്യമല്ല. രാക്ഷസ സൈന്യരക്ഷിതമായ ലങ്കാപുരിയെ കടക്കാൻ ഹനുമാന് സാധ്യമല്ല. ലങ്കാലക്ഷ്മി മരണമില്ലാത്തവളാകയാൽ അതും അസാധ്യമെന്ന് സാരം. അതതാം അബ്രവീത് വീരോ ഹനുമാനഗ്രതസ്ഥിതാം കഥയിഷ്യാമി തേ തത്വം യത്നാം ത്വം പരിപൃച്ഛസി. അവളുടെ ചോദ്യത്തിന് സത്യമായി ഉത്തരം പറയാമെന്ന് മുന്നിൽ നിൽക്കുന്ന അവളോട് വീരനായ ഹനുമാൻ പറഞ്ഞു: കാത്വം വിരൂപനയന പുരദ്വാരേവ തിഷ്ഠസി കിമർത്ഥം ചാഭിമാം രുദ്ധ്വാ നിർഭത്സയസി ദാരുണ. നീ ആരാണ്? ക്രൂരദൃഷ്ടിയായ നീ എന്തിനാണ് എന്നെ തടുത്ത് ഭീഷണിപ്പെടുത്തുന്നത്? മാത്രമല്ല ഈ പ്രവേശന കവാടത്തിൽ നിൽക്കുന്നത് എന്തിനാണ്? ഇവൾ പൂജിക്കേണ്ടവളോ പുറന്തള്ളേണ്ടവളോ എന്നറിയാനാണ് ഹനുമാന്റെ സത്യസന്ധമായ ഈ ചോദ്യങ്ങൾ. ഹനുമത് വചനം ശുദ്ധ്വാ ലങ്കാസകാമരൂപിണി ഉവാച വചന ക്രുദ്ധ പരുഷം പവനാത്മജം. ഹനുമാന്റെ വാക്കുകേട്ട് ക്രുദ്ധയായ ലങ്കാലക്ഷ്മി അവനോട് പരുഷമായി ഇങ്ങനെ പറഞ്ഞു: അഹം രാക്ഷസരാജസ്യ രാവണസ്യ മഹാത്മന ആജ്ഞാപ്രതീക്ഷ ദുർദർശ രക്ഷാമി നഗരീമിമാം. ഞാൻ രാക്ഷസരാജാവും അതിബലവാനുമായ രാവണന്റെ ആജ്ഞാകാരിണിയാണ്. അജയായി ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കുന്നു. ന ശക്യം മാം അവജ്ഞായ പ്രവേഷ്ടും വാനരത്വയാ
അദ്യ പ്രാണി പരിത്യക്ത സുപ്യത്തെ നിഹതോമയ. എന്നെ ധിക്കരിച്ച് നിനക്കകത്ത് കിടക്കാൻ സാധ്യമല്ല. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ വധിക്കുന്നതാണ്. നീ ദീർഘനിദ്രയിൽ ജയിക്കും. അഹം ഹി നഗരീ ലങ്ക സ്വയമേവ പ്ലവംഗമ സർവത പരിരക്ഷാമി യദത്തേ കഥിതം മയ. എടാ മരഞ്ചാടി, ഞാൻ തന്നെയാണ് ലങ്കാനഗരി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയെല്ലാം ജാഗ്രതയോടെ കാക്കുന്നു. നിന്റെ അറിവിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. ലങ്കായ വചനം ശ്രുത്വാ ഹനുമാൻ മാരുതാത്മജ യത്നവാൻ സഹരിശ്രേഷ്ഠ സ്ഥിതശൈലൈവ പര. ലങ്കാദേവിയുടെ വാക്ക് കേട്ട് വായുപുത്രനായ ഹനുമാൻ മറ്റൊരു പർവ്വതം പോലെ കുലുങ്ങാതെ നിന്നു. അതായത് ഉള്ളിൽ ദുഃഖമുണ്ടായെങ്കിലും അതൊട്ടും പ്രകടിപ്പിക്കാതെ സ്ഥിരചിത്തനായി ഉറച്ചു നിന്നു. സദാം ശ്രീരൂപ വികൃതാം ദൃഷ്ട്വാ വാനരപുംഗവ ആപഭാഷേതമേധാവി സത്വവാൻ പ്ലവകർഷവ. ലക്ഷ്യാമി നഗരിം ലങ്കാം സാട്ടപ്രാകാരതോരണാം ഇത്യർത്ഥമിഹ സംപ്രാപ്ത പരം കൗതൂഹലം ഹിമേ. ചാടുന്നവരിൽ അദ്വിതീയനായ വാനരവീരൻ വികൃത സ്ത്രീവേഷം ധരിച്ച അവളോട് സാത്വിക ഭാവത്തിൽ പറഞ്ഞു. വൻമതിലുകളും ഗോപുരങ്ങളും മണിമാളികകളും നിറഞ്ഞ സുന്ദരമായ ഈ ലങ്കാപുരം ഞാൻ കാണാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് വന്നത്. ഇതിൽ എനിക്ക് കൗതുകം ഏറെയുണ്ട്. വനാനുഭവനാനിഹ ലങ്കായ കാനനാനി ച സർവതോ ഗ്രഹമുഖ്യാനി ദ്രഷ്ടുമാഗമനം ഹിമേ. ലങ്കയിലുള്ള കാടുകളും ഉദ്യാനങ്ങളും തോപ്പുകളും മഹാഗ്രഹങ്ങളും കാണാനാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. തസ്യ തദ്വചനം ശ്രുത്വാ ലങ്കാ സാ കാമരൂപിണി ഭൂയേവ പുനർവാക്യം ബഭാഷി പരുഷാക്ഷരം. കാമരൂപിണിയായ ലങ്കാദേവി ഹനുമാന്റെ മൃദുവചനം കേട്ടിട്ടും വീണ്ടും പരുഷമായി തന്നെ സംസാരിച്ചു. മാമനിർജിത്യ ദുർബുദ്ധേ രാക്ഷസേശ്വരപാലിതാം ന ശക്യമദ്യതേ ദ്രഷ്ടും പുരീയം വാനരാധമ. ദുർബുദ്ധിയായ വാനരാധമ, ഇപ്പോൾ രാക്ഷസ രാജാവിൻ്റെ ആജ്ഞാകാരിണിയായ എന്നെ ജയിക്കാതെ നിനക്ക് ഈ നഗരത്തെ കാണാൻ കഴിയുകയില്ല. തതഃസ കപിശാർദൂലസ്താമുവാച നിശാചരിം ദുഷ്ടാപുരീം ഇമാം ഭദ്രേ പുനർയാസ്യേയതാഗതം. അപ്പോൾ കവിവീരൻ അവളോട് പറഞ്ഞു, ഭദ്രേ, ഈ നഗരം നടന്ന് കണ്ട ശേഷം ഞാൻ വന്ന വഴിയെ തന്നെ പോയിക്കൊള്ളാം. തതകൃത്വാ മഹാനാദം സാ വൈലങ്കാഭയങ്കരം തലേന വാനരശ്രേഷ്ഠം താടയാമാസ വേഗിത. അപ്പോൾ അവൾ ഭയങ്കരമായ അട്ടഹാസം മുഴക്കി ആ വാനരവീരനെ കൈത്തലം കൊണ്ട് ആഞ്ഞ് അടിച്ചു. തതസ്സ കപിശാർദൂലോ ലങ്കയാ താഡിതോ വൃശം നനാദസു മഹാനാദം വീര്യവാൻ പവനാത്മജ. ലങ്കാഷിയുടെ അടിയേറ്റ കപിവീരൻ അപ്പോൾ ഉച്ചത്തിൽ അട്ടഹസിച്ചു. തതസംവർത്തയാമാസ വാമഹസ്തസ്യ സോങ്കുലി മുഷ്ടിനാഭിജഗാനൈനാം ഹനുമാൻ ക്രോധമൂർച്ഛിത ശ്രീചേതി മന്യമാനേനാനാദിക്രോധ സ്വയം കൃത. അപ്പോൾ ഹനുമാൻ കോപത്താൽ സ്വയം മറന്ന് അവളെ മുഷ്ടി കൊണ്ടിടിച്ചു. എന്നാൽ സ്ത്രീയായതുകൊണ്ട് വർദ്ധിച്ച കോപം നിയന്ത്രിച്ചു നിർത്തി. സ്ത്രീകളോട് അനിയന്ത്രിതമായി കോപിക്കുന്നത് ശരിയല്ല എന്ന് ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നു. സാധുതേന പ്രഹാരേണ വികലാംഗീ നിശാചരി പപാത സഹസാ ഭൂമോ വികൃതാനന ദർശന. ഹനുമാന്റെ മുഷ്ടിപ്രഹാരമേറ്റ് പ്രക്ഷീണാംഗിയും വികൃതാനനിയുമായി ആ രാക്ഷസി ഭൂമിയിൽ വീണു. തതസ്തു ഹനുമാൻ പ്രാജ്ഞസ്താം ദൃഷ്ട്വാ വിനിപാതിതാം കൃപാം ചകാര തേജസ്സി മന്യമാന സ്ത്രീയം ദുതാം. അനന്തരം പ്രാജ്ഞനും തേജസ്വിയുമായ ഹനുമാൻ വീണുകിടക്കുന്ന അവളെ കണ്ട് ആർദ്രചിത്രനായി സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന ചിന്ത മൂലം അദ്ദേഹം കൃപയോട് പെരുമാറി. തഥോ വൈ വൃഷസംവിഘ്നാലങ്കാസഗൽഗതാക്ഷരം ഉവാച ഗർഭിതം വാക്യം ഹനുമന്തം പ്ലവംഗമം. ലങ്കാദേവത വാനരവീരനായ ഹനുമാനെ നോക്കി പേടിച്ചു പറച്ച് തൊണ്ടയിടറി തീരെ അഹങ്കാരമില്ലാതെ ഇങ്ങനെ പറഞ്ഞു. പ്രസീദാസു മഹാബാഹോ ത്രായസ്വ ഹരിസത്തമ സമയേ സൗമ്യദൃഷ്ടന്തി സത്വബന്ധോ മഹാബലാഹ. അല്ലയോ വീര, പ്രസാദിച്ചാലും ശാന്തശീലനായ താങ്കൾ എന്നെ രക്ഷിച്ചാലും സാത്വിക പ്രകൃതികളായ ബലവാന്മാർ ഏതവസ്ഥയിലും ന്യായത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നു. ശത്രു വീഴുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ പിന്നീട് അവനോട് പകപോക്കാൻ ധർമ്മിഷ്ഠന്മാർ ഒരുങ്ങുകയില്ല. ഹനുമാന്റെ പ്രഹരമേറ്റ് നിലംപതിച്ച തന്നെ രക്ഷിക്കണമെന്ന് ലങ്കാദേവത അഭ്യർത്ഥിക്കുന്നു. ബലവാന്മാരായ ധർമ്മശീലന്മാർ ന്യായവും ധർമ്മവും വിട്ട് സ്ത്രീപദം ചെയ്യുന്നതല്ല എന്ന് ആശയം. അഹന്തോ നഗരീ ലങ്കാ സ്വയമേവ പ്ലവംഗമ വർജിതാഹം ത്വയാ വീര വിക്രമേണ മഹാബല. ബലവാനായ വാനരവീര, ഞാനാകട്ടെ സ്വയം ലങ്കാനഗര ദേവതയായി ഇവിടെ വാഴുകയാണ്.
എന്നാൽ ഭവാൻ പരാക്രമം കൊണ്ട് എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതം തു തഥ്യം ശൃണു വൈ ബ്രുവന്ധ്യാമേ ഹരീശ്വര സ്വയം സ്വയംഭുവാദത്തം ഭരദാനം യഥാ മമ. ബ്രഹ്മാവ് എനിക്ക് സ്വയം തന്ന വരം എന്താണെന്ന് ഞാൻ പറയാം, കേട്ടാലും. യഥാ ത്വാം വാനരക്കസ്യ വിക്രമാദശമാനയേത് തഥാ ത്വയാ ഹി വിജ്ഞേയം യശസാം ഭയമാഗതം. ഒരു വാനരൻ പരാക്രമം കൊണ്ട് നിന്നെ എപ്പോൾ ജയിക്കുന്നുവോ അപ്പോൾ രാക്ഷസന്മാർക്ക് നാശത്തിന് സമയമായി എന്ന് നീ അറിയണം, സംശയിക്കണ്ട. സഹിമേ സമയ സൗമ്യ പ്രാപ്തോദ്യ തവ ദർശനാത് സ്വയംഭൂവിഹിത സത്യോ നസ്യാസ്തേ വ്യതിക്രമ. സൗമ്യ, അങ്ങയെ കണ്ടതിനാൽ ആ സമയം ഇപ്പോൾ എനിക്ക് വന്നു ചേർന്നുവെന്ന് തീർച്ചയായി. ബ്രഹ്മനിശ്ചയത്തിന് ഒരിക്കലും വ്യത്യാസം ഇല്ലല്ലോ. സീതാനിമിത്തം രാജ്ഞസ്തോ രാവണസ്യ ദുരാത്മന രക്ഷതാം ജൈവ സർവേഷാം വിനാശസമുപാഗത. ദുഷ്ടനായ രാവണനും മറ്റ് രാക്ഷസന്മാർക്കും സീത നിമിത്തം നാശം അടുത്തിരിക്കുന്നു. തത് പ്രവിശ്യ ഹരിശ്രേഷ്ഠ പുരീം രാവണപാലിതാം വിദൽസ്വ സർവകാര്യാണി ഹാനിയാനി ഹവാഞ്ജസേ. അതിനാൽ നീ രാവണപാലിതമായ ലങ്കാനഗരത്തിൽ കടന്ന് ഇക്കാര്യത്തിൽ ഇച്ഛാനുസാരം സർവകാര്യങ്ങളും ചെയ്തുകൊണ്ടാലും. പ്രവിശ്യ ശാപോപഹതാം ഹരീശ്വരപുരീം ശുഭാം രാക്ഷസരാജപാലിതാം യദിച്ഛയാത്വം ജനകാത്മജാം സതിം വിമാർഗ സർവത്ര ഗതോ യഥാ സുഖം. വാനരവീരനായ ഭവാൻ രാവണരക്ഷിതവും ശാപഗ്രസ്തവും ഐശ്വര്യപൂർണവുമായി ഈ നഗരത്തിൽ പ്രവേശിച്ച് എല്ലാ ദിക്കിലും സ്വതന്ത്രമായി സഞ്ചരിച്ച് സീതാദേവിയെ തിരഞ്ഞുകൊള്ളുക, സീതയെ അന്വേഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിൽ നിന്ന് അവർ അവിടെ ഉണ്ടെന്ന് ലങ്കാദേവത ഹനുമാന് വ്യക്തമാക്കി കൊടുത്തു. രാവണൻ കുബേരനെ ജയിച്ച് മടങ്ങുമ്പോൾ കൈലാസത്തിനടുത്തുള്ള സ്കന്ദവനത്തിന് മുകളിൽ പുഷ്പക വിമാനം നിശ്ചലമായി. പാർവതീ പരമേശ്വരന്മാരുടെ ക്രീഡാവനമായതിനാൽ അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞ വാനരമുഖനായ നന്ദീശ്വരനെ രാവണൻ അധിക്ഷേപിച്ച് പരിഹസിച്ചു. വാനരന്മാരാൽ രാവണനും ലങ്കയ്ക്കും നാശം വരുമെന്ന് നന്ദി അന്ന് ശപിക്കുകയുണ്ടായി. ആ ശാപത്തിൻ്റെ അമംഗളത്വം ലങ്കയെ ചൂന്നു നിൽക്കുന്നുവെന്ന് സാരം. എന്നാൽ അതേസമയം ലങ്ക ഐശ്വര്യപൂർണവുമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഈ ഭാഗം ലങ്കയും നിന്നാൽ ജിതമായി തിന്നടോ എന്ന് ഹനുമാന്റെ അടിയേറ്റു വീണ ലങ്കാലക്ഷ്മി അനുഗ്രഹരൂപേണ ഹനുമാനോട് പറയുന്നു. കൂടാതെ സീതയിരിക്കുന്ന സ്ഥലം ഏതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ വരികൾ: ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതയെന്നു കണ്ടിടുക ദേവിയെ ത്രിദശകുലരിബുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദവസങ്കുലേ നവകുസുമബലസഹിത വിടവിയുത ശിംശഭാ നാമവൃക്ഷത്തിൻ ചുവട്ടിലതീശുജ നിശിചരികൾ നടുവിൽ അടലൊടുമരുവിടുന്നടൂ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവചരിതമുടൻ അവനോടറിയിക്കപോയി അമ്പുതിയും കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗദധിപതി രഘൂത്തമൻ പാതുമാം അസ്തുതേ സുസ്ഥിരത്തുത്തമോത്തം സമേ. ഇത്രയും പറഞ്ഞ് ലങ്കയിൽ നിന്നും മലർമങ്ക പിൻവാങ്ങി, അതായത് ലങ്കാദേവി ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ തൃതീയ സർഗ മൂന്നാം സർഗം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ